മണിപ്പൂരിലെ ജനങ്ങളുടെ ദുരിതത്തിന് അവസാനമുണ്ടാക്കണമെന്ന് മോദിയോട് കരഞ്ഞപേക്ഷിക്കുന്ന മണിപ്പൂരിലെ MP ആൽഫ്രഡ് കനംഗം എസ് ആദർ MP-യുടെ ഈ പ്രസംഗം മനസ്സാക്ഷിയുള്ളവരുടെ കണ്ണുകൾ നനയിക്കുമെന്ന് സംശയമില്ല. ലോക്സഭയിൽ ഭരണഘടനയിൽ മേലുള്ള ചർച്ചയിലാണ് മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് MP-യുടെ കരളലിയിക്കുന്ന ഈ അപേക്ഷ. 20 മാസമായി മണിപ്പൂർ കത്തുകയാണ്. ഒരിക്കൽ പോലും മണിപ്പൂരിലൊന്ന് പോകാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ മോദി ഇതുവരെയും തയ്യാറായില്ല. 2023 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദിയും ഇന്ത്യയുടെ പ്രസിഡന്റും പറഞ്ഞത് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 15 മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി അതിലും മോശമാണ് എന്നുള്ളതാണ് അവസ്ഥ. മണിപ്പൂരിലെ MP-യുടെ ഈ അപേക്ഷ കേട്ടുകൊള്ളും. They cannot be victimized for a cause for which this nation or the state cannot handle. Is my nation so weak that you cannot protect the lives and property of the civilians there in Manipur, sir? I beseech the conscience of this house. Thank you. We have so many eloquent speakers, sir. I'm closing. Sir, I'm closing. Please. Sir, in the end, I wish to beseech upon the conscience of this house, especially all the honorable members of the ruling bench. This is not a war against either party, be the treasury or the opposition. This is a war against humanity in this country. Please, wake up, speak to your people. All you have to do is see how difficult is it for our nation, which is growing and going to become the third largest economy. You talk only of economy, but when you have finished of people, what will that economy do when there are no people to use it? I ask the conscience of this house and the leadership of this nation, please today stand up, be with your brothers and sisters in Manipur, bring about justice and be accountable for all actions. Thank you, Speaker. കേട്ടോ അദ്ദേഹത്തിന്റെ അപേക്ഷ. ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നുള്ള വിഷയമായി കാണാതെ ദയവായി മണിപ്പൂരിന് അല്പം പരിഗണന കൊടുക്കൂ. അവിടെയുള്ളത് ഇന്ത്യയിലെ ജനങ്ങളാണ്. സാമ്പത്തിക രംഗം വളർന്നാലും അത് അനുഭവിക്കാൻ ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? അതുകൊണ്ട് ദയവായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് മണിപ്പൂരിന്റെ ഈ കരച്ചിൽ കേൾക്കണമെന്ന്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ആരെന്ത് പറഞ്ഞാലും മണിപ്പൂർ എത്രയൊക്കെ കത്തിയാലും ജനങ്ങൾ എന്തൊക്കെ ദുരിതം അനുഭവിച്ചാലും അഭിനവ നീറോ മോദി അനങ്ങുകയില്ല. അനങ്ങണമെങ്കിൽ മനസ്സ് വേണം, മനസ്സാക്ഷി വേണം, വിവേകം വേണം, ബുദ്ധി വേണം.